കരിക്കുലത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എഞ്ചിൻ്റെ ഇതിനകത്ത് ഓക്കെ. അല്ല, ഞാൻ മീൻസ് സബ്ജക്റ്റിൽ കരിക്കുലത്തിൽ എവിടെയെങ്കിലും സബ്ജക്റ്റിനകത്തുണ്ടായിരുന്നു? ഏതാ സബ്ജക്റ്റിൻ്റെ പേര് ഓർമ്മയില്ല. ഈ ഓട്ടോമൊബൈലിലുണ്ടായിരുന്നു. ഓട്ടോമൊബൈൽ അൾട്ടിമേറ്റോ അല്ലേ? DME ഉണ്ടെന്ന് അറിയാം. ടോം അതിനകത്തൊന്നും ഇല്ലായിരുന്നു അല്ലേ? ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഓക്കെ. എനിവേ, എന്താണ് കമ്പോണൻറ്റ്, എന്താണ് ഇതിൻ്റെ യൂസ്, ഇത്രയും കാര്യങ്ങൾ കോമൺ സെൻസിൽ അറിയെങ്കിലും ഉണ്ടോ? എന്താ ഗവൺമെൻറ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള. അപ്പോൾ ചോദിക്കും, ഗവൺമെൻറ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാം. അത് പറയുമ്പോഴേ നമുക്ക് അതിനൊരു ഗുണമുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഇതാണ് ഒരു വെഹിക്കിള് ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ പോകണം. നല്ലൊരു സേഫ് ഡ്രൈവ് എന്നുള്ള രീതിയിൽ പുറകെ ഇരിക്കും. നമ്മളൊരു ഡ്രൈവറാണെന്ന് വയ്ക്കുമോ, നമ്മളൊരു കമ്പ്യൂട്ടറുണ്ട്, പുറകിൽ ഒരാളിരിപ്പുണ്ട്, അങ്ങനെ സേഫായിട്ട് യാത്ര ചെയ്യണം. ഏറ്റവും നല്ല ഡ്രൈവർ എന്ന് പറഞ്ഞാൽ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ 40 സെറ്റ് ചെയ്യുന്നത്. കുറഞ്ഞ സ്പീഡായാലും കുഴപ്പമില്ല, എപ്പോഴും 40 മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ട്രാഫിക് ഇല്ലെങ്കിൽ കൂടി പറ്റില്ല. ലോഡ് വേരി ചെയ്യും. ലോഡ് എങ്ങനെ വേരി ചെയ്യുന്നത്? ഒരു സ്ട്രൈറ്റ് റോഡിൽ പോയി കഴിഞ്ഞാൽ ഉള്ള ലോഡല്ല, ഒരു ഇൻക്ലൈൻഡായിട്ട് പോകും അല്ലേ? അവിടെ വെയിറ്റ് മാറ്റേഴ്സാണ്. അപ്പോൾ ലോഡ് കൂടുമ്പോഴത്തെ ഒരു സ്പീഡ് കമ്പയറബിളി കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആക്സിലേറ്റർ ചവിട്ടി 40 അത് നമ്മൾ ചെയ്യുന്ന പരിപാടി. അത് ഒരു ഓട്ടോമൊബൈലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ മാത്രം. ചില കേസസിൽ അങ്ങനെ ഓട്ടോമൊബൈൽ അല്ലാതെ പല എക്യുപ്മെൻറ്റ്സിനകത്ത് നമ്മൾ ഗവൺമെൻറ് ഉപയോഗിക്കുന്നത്. ചിലയിടത്ത് ആളില്ലാതെ തന്നെ ഇതിങ്ങനെ ഒപ്റ്റിമലി നിർത്തണം. ഒരു എക്സാമ്പിൾ പറയാം. ഇവൻ എഞ്ചിൻ്റെ കേസ് തന്നെ പറയാം. എഞ്ചിനകത്ത് നമ്മൾ ഒരു അനാലിസിസ് ഒക്കെ നടത്തിയപ്പോൾ ഒരു എഫിഷ്യൻസി ഗ്രാഫിക് ഇങ്ങനെയൊക്കെ വരച്ച് ഓർമ്മയുണ്ടാകും. ഈ ഐസ് എഞ്ചിൻ ഇത് കഴിഞ്ഞില്ലേ, അതിനകത്ത് ഇങ്ങനെ എഫിഷ്യൻസി കർവൊക്കെ വരച്ച് ഓർമ്മയുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചാടി വന്നു എന്നിട്ട് ഒരു മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന ഒരു സ്പീഡൊക്കെ ഉണ്ടല്ലോ, ഒപ്റ്റിമൽ സ്പീഡുണ്ട് അല്ലേ? അപ്പോൾ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഗുണം എന്തോ? ആ സമയത്ത് നല്ല വെടികെട്ട് എഫിഷ്യൻസി ആയിരിക്കും. അപ്പോൾ എഫിഷ്യൻസി ആ സ്പീഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലേറ്റർ വെച്ചൊക്കെ ചേഞ്ച് ചെയ്യാൻ വെച്ചോ. പക്ഷേ ഇതല്ലാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ തെർമൽ പവർ പ്ലാന്റ്, അതിനകത്ത് ഈ എഞ്ചിൻ തന്നെ ഇരിക്കും. എഞ്ചിൻ വെച്ചിട്ട് ഗവൺമെൻറ്റിനെ കറക്കിയൊക്കെ ജനറേറ്ററിനെ കറക്കിയൊക്കെ കറണ്ടൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന പരിപാടിയാണ്. അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളിരുന്ന് ആക്സിലേറ്ററും ചവിട്ടിപ്പോണ്ട് ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. അവിടെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്യണം, സ്പീഡ് സെറ്റ് ചെയ്യണം. ഒരു എഞ്ചിനാണല്ലോ നമ്മൾ വെച്ചേക്കുന്നത്. ഡെഫിനറ്റ്ലി ഒരു തെർമൽ പവർ പ്ലാന്റ് ആണെങ്കിൽ ഏതെങ്കിലും സോർട്ട് ഓഫ് എഞ്ചിൻ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ എഞ്ചിനകത്ത് നിന്ന് നമ്മൾ കറക്റ്റ് ഔട്ട്പുട്ട് ഇന്ന സ്പീഡിൽ പോയാലാണ് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യണം. അപ്പോൾ മാനുവലി അല്ലാതെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യേണ്ട നീഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പല സെനേറിയോസ് ഉണ്ട്. അവിടെ എല്ലാം നമുക്ക് ഈ പറഞ്ഞത് മാനുവലി അല്ലാതെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യണം. ലോഡ് വേരി ചെയ്യുന്നതനുസരിച്ച് വേരി ചെയ്താലും സ്പീഡ് എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം. അതെങ്ങനെയാണ് നടക്കുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതുവല്ലോ ഉണ്ടോ? ഇപ്പോൾ പഠിക്കുന്നതാണോ? ഓക്കെ. അതിന് നമ്മൾ ഗവർണർ എന്ന് പറഞ്ഞ എക്യുപ്മെൻറ്റ് ഉപയോഗിക്കും. ഗവർണർ എന്ന് പറഞ്ഞ എക്യുപ്മെൻറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു കമ്പോണൻ്റ് ഉണ്ട്, ഒരു മാസുണ്ട്, സെറ്റ് സോർട്ട് ഓഫ് മാസ്. അത് പല രീതി അറേഞ്ച് ചെയ്യും. അതായത് ഇവിടെ ഇങ്ങനത്തുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ മാസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ എഞ്ചിൻ കറങ്ങുമ്പോഴുണ്ടല്ലോ, എഞ്ചിനോ ഏതെങ്കിലും മോട്ടറോ എന്തെങ്കിലും കറങ്ങുമ്പോഴുണ്ടല്ലോ, അത് കറങ്ങുമ്പോൾ ഇതിനകത്തൊരു ഗിയർ വഴി ഈ പവർ ഇതിനകത്തോട്ട് കൂടെ കൊടുക്കും. അപ്പോൾ എഞ്ചിൻ കറങ്ങുന്ന സ്പീഡ് ഇതും കറങ്ങും. ഇത് കറങ്ങുമ്പോൾ എന്ത് പറ്റും? ഇതുപോലെ അതിൻ്റെ ഷേപ്പ് 2 ലോഡുണ്ട്, ഹിഞ്ചൊക്കെ ഉണ്ട്, പല ടൈപ്പ് ഗവേണേഴ്സ് ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും? ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അറിയാമല്ലോ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ ഈ മാസ് എന്ത് ചെയ്യും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഈ മാസ് എന്ത് ചെയ്യും? എന്തെങ്കിലും പറ. മാസ് എന്ത് ചെയ്യും? വെളിയിലേക്ക് പോകാനൊരു ടെൻഡൻസി ഉണ്ടാവും. അതായത് ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇത് അങ്ങോട്ടും പോകും, ഇത് ഇങ്ങോട്ടും പോകും. ഇതങ്ങോട്ട് പോകുമ്പോൾ ഈ ഹൈറ്റ് ഉണ്ടല്ലോ അതെന്ത് ചെയ്യും? കുറയും. കാരണം അങ്ങനെയാണ് ഹിഞ്ച് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് വെളിയിലോട്ട് തെറിക്കുമ്പോൾ ഇത് കുറയുമ്പോൾ ഇതാ ഈ ബേസ് പാർട്ട്, ഒരു കോളർ പാർട്ടുണ്ട്, ബോട്ടം പാർട്ട്, അതെന്ത് ചെയ്യുന്നത്? മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യും. നോക്കുന്നോ? ഇങ്ങോട്ട് കാണുന്നുണ്ടോ? കോമൺ സെൻസിന് ഇറക്കുന്ന കാര്യമുള്ളൂ, വേറെ വലിയ കഥയൊന്നുമില്ല. ഇതുപോലൊരു പാർട്ട് കാണാൻ അത് മാസ് ഡെഫിനറ്റ്ലി കാണും. മാസ് റൊട്ടേറ്റ് ചെയ്യാൻ മാസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. വെളിയിലോട്ട് വലിയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ ഹിഞ്ച് കംപ്രസ് പോകുന്നതാണ്. ഇത് ഈ ബോട്ടം കോളർ പാർട്ട് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യും. ഈ ലിഫ്റ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഈ ഫോഴ്സ് ഉണ്ടല്ലോ, ഈ ഫോഴ്സ് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ചെറിയ പരിപാടി പ്രശ്നമുണ്ട്. 138 ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കിയുള്ളൂ. മിനിമം 20
എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ. കാർബറേറ്റർ എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഒരു വാൽവൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടല്ലോ പരിപാടി. എന്തോത്തിനത്? എയർ ഫ്യൂവൽ മിക്സ്ചർ ഇങ്ങോട്ട് പോകും, അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. നമുക്കിത് ഈ ലിഫ്റ്റ് ഇതിനകത്തോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് സ്പീഡ് കൂടിയെന്ന് വെച്ചോ, അല്ലെങ്കിൽ സ്പീഡ് കുറവാന്ന് വെച്ചോ. സ്പീഡ് കുറവാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കുറവായിരിക്കും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സ്പീഡിനനുസരിച്ചാണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കുറവാകുമ്പോൾ ഇതിങ്ങനെ ഇച്ചിരി ഇങ്ങോട്ടാകത്തില്ലേ, ഇങ്ങോട്ട് നോക്കി ഇത് ഇങ്ങോട്ടാകത്തില്ലേ, അപ്പോൾ ഇത് താഴോട്ട് പോകത്തില്ലേ. ഈ താഴോട്ട് പോകുന്ന ഫോഴ്സ് വെച്ച് നമ്മൾ ഇവിടെ കൊടുക്കാമെന്ന് വയ്ക്കുക. അപ്പോൾ ഈ ഫോഴ്സ് ആണ് ഇത് താഴോട്ടാകും. അപ്പോൾ ഇത് കൂടുതൽ ഓപ്പൺ ആവും. അപ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ എയർ ഫ്യൂവൽ അകത്തോട്ട് കയറും. അപ്പോൾ എഞ്ചിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ സാധനം വെളിയിലോട്ട് പോകും. വെളിയിലോട്ട് പോകുമ്പോൾ ഈ ഹൈറ്റ് എന്ത് ചെയ്യും? മുകളിലോട്ട് പോകുമ്പോൾ ഈ സാധനം തിരിച്ച് കൺട്രോൾ ചെയ്ത് ഫ്യൂവൽ റേഷ്യോ കുറയും. അപ്പോൾ സ്പീഡ് കുറയും. അപ്പോൾ കുറയുകയാണെങ്കിൽ കൂട്ടാനും കൂടുകയാണെങ്കിൽ കുറയ്ക്കാനും ഇത് ഉപയോഗപ്പെടും. പക്ഷേ നിങ്ങളിപ്പം കോമൺ സെൻസ് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, ഇതിങ്ങനെ കൂടിയും കുറഞ്ഞും ഇരുന്ന് കഴിഞ്ഞാൽ പറ്റുമോ? കൂടിയും കുറഞ്ഞ് സ്പീഡ് കൂടി കുറഞ്ഞു. അതൊരു നല്ല ഇതിന് സെൻസിറ്റിവിറ്റി എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് എത്രത്തോളം സെൻസിറ്റീവാണ് അത്. ആ സെൻസിറ്റിവിറ്റി കുറയ്ക്കാനുള്ള ചില മാർഗ്ഗങ്ങൾ ഗവർണൻസ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാം, ഒരു ഇങ്ങനെ കയറി എന്നാലും ഒരു വിത്തിൻ റേഞ്ചിൽ നിൽക്കും. ആ വിത്തിൻ റേഞ്ചിൽ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു നല്ല ഔട്ട്പുട്ട് തരത്തില്ല. അതിന് സെൻസിറ്റിവിറ്റിയിൽ ഇച്ചിരി കുറയ്ക്കാനായിട്ടുള്ള പരിപാടികൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് മാസ് ആഡ് ചെയ്യലും ഇവിടെ കുറച്ച് മാസ് ആഡ് ചെയ്യലും ഇതിൻ്റെ ഡിസൈനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയും പല ടൈപ്പ് ഗവർണേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്യും. ഒന്നും കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ ബേസിക് വർക്കിംഗ് ഇങ്ങനെ തന്നെയാണ്. മനസ്സിലാവാതെ വല്ലതും ഉണ്ടോ? ഇപ്പോൾ നമ്മൾ ഈ സെൻട്രിഫ്യൂഗൽ മാസ്, അപ്പം ഡെഫിനറ്റ്ലി മാസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ലേ. ആ മാസ് കാരണം വലിയ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കണ്ടുവരുന്നത്. പിന്നെ ഈ സ്പീഡ്, ഇതിൻ്റെ ഡിസൈൻ, ഇതെല്ലാം മാറ്ററാണ്. ഇതനുസരിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ ലിഫ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു ടെസ്റ്റ് മോഡലാണ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ എഞ്ചിനില്ല, പകരം നമ്മളൊരു മോട്ടറാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു മോട്ടർ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മളൊരു എക്സ്പെരിമെൻ്റൽ പർപ്പസ് എന്നുള്ള രീതിയിൽ ഒരു മോട്ടറാണ് സെറ്റ് ചെയ്തേക്കുന്നത്. മോട്ടറിൻ്റെ ഔട്ട്പുട്ട് ഒരു ഗവർണറിനകത്തോട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ കൊടുത്തേക്കുന്നത് ബെൽറ്റ് ഡ്രൈവോ അല്ലെങ്കിൽ ബെൽറ്റ് ഡ്രൈവ് വെച്ചിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഏത് മോട്ടറിൽ നിന്നുള്ള ഔട്ട്പുട്ട്. ഇനി എന്ത് ചെയ്യും? നമ്മൾ മോട്ടർ സ്പീഡ് കൂട്ടുമ്പോൾ എന്ത് പറ്റും? നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞ കഥകളൊക്കെ തന്നെ. മോട്ടർ സ്പീഡ് കൂടുമ്പോൾ എന്ത് പറ്റും? ഇപ്പോൾ ഒരു മാസമായിട്ടുള്ള ബോഡി എന്ത് ചെയ്യും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാണണം, പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഈ പറഞ്ഞ സംഭവം അടിയിലത്തെ കോളർ എന്ത് ചെയ്യും? മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യും. ആ ലിഫ്റ്റ് ചെയ്യുന്നത് ഇവിടെ മെഷർ ചെയ്യാൻ, ഇവിടെ നോക്ക്, മെഷർ ചെയ്യാനായിട്ട് നമുക്കൊരു സ്കെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട ഒരു സ്കെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ ഹൈറ്റ്, നമുക്ക് ലിഫ്റ്റ് എത്രയാണെന്നുള്ളത് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളെ ഇതിനകത്ത് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിനകത്തുള്ളൂ. ഇനി സ്പീഡ് വേരി ചെയ്യിപ്പിക്കാം. ഒരു ഡിമർസ്റ്റാറ്റ് വെച്ചിട്ട് നമുക്ക് സ്പീഡ് വേരി ചെയ്യിപ്പിക്കാം. സ്പീഡ് വേരി ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഈ പറഞ്ഞ ലിഫ്റ്റും വേരി ചെയ്യും. ഇത്രയേ ഉള്ളൂ എക്സ്പെരിമെൻറ്റ്. ഇനി നിങ്ങളുടെ ഇതൊന്നും എടുത്തേടെ. അതാണ്ടേ ഇതിനകത്തുള്ള ഇക്വേഷൻസ് ചുമ്മാ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിനകത്ത് ഒത്തിരി വാല്യൂസ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഡയമെൻഷൻ, ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കുന്നത്, റോയൽ കമറിൻ്റെ ഷേപ്പ് ഇങ്ങനെ. അതാ നോക്കിയാൽ ഈ ഹിഞ്ചിൽ നിന്ന് ഇച്ചിരി എപ്പാർട്ടായിട്ടാണ് മാസ് പൊസിഷൻ ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഈ സെൻസിറ്റിവിറ്റി കുറയ്ക്കാനായിട്ടുള്ള പല പരിപാടികൾ. എൻ്റെ സ്ലീവിനൊരു വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള, സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കുറച്ച് ജിമുക്ക് പരിപാടികളാണ്. മറ്റ് മുന്നേ പറഞ്ഞ ഓർഡിനറി ഗവർണറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില പരിപാടികൾ. അപ്പോൾ ഇതിനകത്ത് ഇതാ കുറച്ച് ഡയമെൻഷൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദി ലെങ്ത്, ഇതെല്ലാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? ഫസ്റ്റ് ലിഫ്റ്റ് കണ്ടുപിടിക്കണം. ലിഫ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് ഹൈറ്റ്, എച്ച് എന്ന് പറഞ്ഞ ടേം കണ്ടുപിടിക്കണം. ഇവിടെ നോക്ക്, എച്ച് എന്ന് നിങ്ങളത് നോക്കണ്ട, ഇതിനകത്തുണ്ടല്ലോ. എച്ച് എന്ന് പറഞ്ഞ ടേം കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് അറിയാം? H0 മൈനസ് എസ്. H0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഹൈറ്റ്. അതിൻ്റെ വാല്യൂ താണ്ട് H0യുടെ വാല്യൂ ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനീഷ്യൽ ഹൈറ്റ് ഓഫ് ഗവർണർ. ഇനീഷ്യൽ ഹൈറ്റ് ഓഫ് ഗവർണർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. H0 മൈനസ് എസ് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റാണ്. ലിഫ്റ്റിൻ്റെ എസ് മൈനസ് എസ് ഇസിക്കൽ എക്സ് മൈനസ് എ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും നിങ്ങളൊന്ന് കൂട്ടണ്ട. എന്തോന്നറിയാം? ഈ ചിലപ്പോൾ ഈ ഗേജിനകത്ത് എറർ ആണ്. ഗേജ് എറർ എന്ന് പറയും. അതായത് 0 ആയിട്ട് മാച്ചപ്പ് ചെയ്യണം. ചിലപ്പോൾ എറർ വന്ന് ഇച്ചിരി കൂടെ മാറിയിരിക്കും. അപ്പോൾ ആ എറർ നമ്മൾ കാൽക്കുലേഷനകത്ത് എടുക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് വലിയ എറർ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ എക്സ് മൈനസ് എ എന്നൊന്നും എഴുതണ്ട. ലിഫ്റ്റ് എത്രയാണോ അതിനെ എസ് എന്ന് വിളിച്ചാൽ മതി. ലിഫ്റ്റ് എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിനെ എസ് എന്ന് വിളിക്കുക. S/2 ഇടുക. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എച്ച് എന്നുള്ളതിൻ്റെ വില കിട്ടും. എച്ച് കിട്ടും. H/L വിലയൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്യുമ്പോൾ ആൽഫ എന്ന് പറഞ്ഞ് ഇതിനകത്തുള്ള ഒരു ആംഗിൾ ഉണ്ട്. ആൽഫ ഈ ആംഗിൾ കിട്ടും. അത് കിട്ടി അതിനകത്തുനിന്ന് 50 + sin ആൽഫ ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ആംഗുലർ വെലോസിറ്റി 2πn/60. അതൊക്കെ അറിയാമല്ലോ. 2πn/60 എന്നെ എവിടെ നിന്ന് കിട്ടും? സ്പീഡ് എങ്ങനെ കിട്ടും? ടാക്കോമീറ്ററിനകത്ത്
ഒപ്റ്റിക്കൽ ടൈപ്പ് ടാക്കോമീറ്റർ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് മോട്ടറിൻ്റെ സ്പീഡോ അല്ലെങ്കിൽ മോട്ടറിൻ്റെ സ്പീഡല്ല ഗവർണറിൻ്റെ സ്പീഡ് നമുക്ക് ഗവർണറിനകത്തോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഗവർണറിൻ്റെ സ്പീഡ് എത്രയാണെന്നുള്ളത് കിട്ടും. 2.60 mm സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഒമേഗ സ്ക്വയർ ആർ എം ആർ ഒമേഗ സ്ക്വയർ, അത് ഇക്വേഷൻ MR ഒമേഗ സ്ക്വയർ. എം എന്നുള്ളത് മാസിന് ഇവിടെ വെയിറ്റ് പെർ ഗ്രാം ചെയ്യുമ്പോൾ വെയിറ്റ് എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ബൈ ജി എം, ഗ്രാം അല്ല ജി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് മാസ് കിട്ടും. MR റേഡിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഒമേഗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആംഗിൾ വെലോസിറ്റി കണ്ടുപിടിച്ചു. സബ്സ്ട്രീമസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കിട്ടും. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് 2-3 ഗ്രാഫ് വരും. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ കാൽക്കുലേഷൻ വളരെ ഈസിയാണ്. ഓക്കെ, ചെയ്യാം. സാർ പറഞ്ഞില്ലേ അതിനകത്ത് നമ്മുടെ RPM റീഡ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റമുണ്ട്. ഇവിടെയാണ് നമ്മൾ RPM നോക്കുന്നത്. ഇതൊരു സ്കെയിലുണ്ട്. ഇത് ഓൺ ചെയ്യുക. അതിൻ്റെ സ്കെയിൽ കാണാമല്ലോ. സ്കെയിലിന് അടിയിൽ 2 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂവിൻ്റെ നടുക്കൂടെ ഒരു ലൈൻ കിടക്കുന്നുണ്ട്. ആ ലൈന് നമ്മൾ അതിനകത്ത് ഇപ്പോൾ 5 തൊട്ട് മേളോട്ട് എടുത്താൽ മതി. ആ 5ൻ്റെ സെൻറ്ററിൽ കോയിൻസൈഡ് ചെയ്യുന്നൊരു 2 കോയിൻസൈഡ് ചെയ്യുന്നൊരു പൊസിഷൻ വരും. ആ പൊസിഷനിൽ നമ്മൾ RPM എത്രയാണെന്നുള്ളത് അറിഞ്ഞാൽ മതി. ഓക്കെ, 5 സെൻറ്റിമീറ്ററിൽ എത്ര RPMലാണിത് ഡിമ്മർ സ്റ്റാർട്ട് ചെയ്ത്. നേരത്തെ അതൊക്കെ ചെയ്തില്ലേ? അതേ സാധനം സെയിം ഇതൊന്നും ചെയ്തില്ലായിരുന്നു? ഇന്നും ചെയ്തില്ലേ? ഈ ഡിമ്മർ സ്റ്റാർട്ട് ഉപയോഗിച്ചിട്ട് വെൽഡിംഗ് ഷാഫ്റ്റ് ഒന്നും ചെയ്തില്ലേ? വെൽഡിംഗ് ഷാഫ്റ്റ് ഇതൊന്നും ചെയ്തില്ലേ? അന്നേരം ഇത് കണ്ടില്ലായിരുന്നു? ആബ്സെൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇത് ഡിമ്മർ സ്റ്റാർട്ടാണ്. ഇത് ഡിജിറ്റൽ ടാക്കോമീറ്ററാണ്. ഈ ടാക്കോമീറ്റർ വെച്ചിട്ട് അതിൻ്റെ അവിടെ അടിച്ചു കൊടുക്കുക. ആ സ്റ്റിക്കറിനകത്ത് അടിക്കുന്നത്. ഓക്കെ, എത്ര RPM എന്നുള്ളത് ഇവിടെ അറിയാൻ പറ്റും. നോക്കാം. അത് നോക്കുക. ഇപ്പോൾ 5 എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നിന്നിട്ട് ചെറുതായിട്ട് മേളോട്ട് പോകുന്നുണ്ട്. അത് കോയിൻസൈഡ് ചെയ്ത് കുറച്ചേരം നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാം. ആരും മുകളിലോട്ട് പോവുകയോ ചെയ്യാതെ ലെവലായിട്ട് നിൽക്കണം. അത് സെൻറ്ററിലായിട്ട്. ഇപ്പോൾ അത് കൂടുതലാണ്. അത് കുറച്ച് കൊടുക്കുക. കുറച്ച് അതിൽ കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യാലോ. 5 നമുക്ക് എടുക്കേണ്ട റീഡിങ് 5-ൽ എടുക്കുക, 6-ൽ എടുക്കുക, 7-ൽ എടുക്കുക, 8-ൽ എടുക്കുക, 9, 10 വരെ എടുത്താൽ മതി. മുകളിലോട്ട് പോകണ്ട. RPM നോക്കുക. അത്രേ ഉള്ളൂ. പിന്നെ അതേ ഉള്ളൂ. ബാക്കി കാൽക്കുലേഷൻ ഡീറ്റെയിൽസ് അവിടെ കിടക്കുന്നുണ്ട്.